ഹായ് ഹലോ, എന്താണ് വിശേഷം? എല്ലാവർക്കും സുഖമല്ലേ? ഇന്ന് സൺഡേ ആണ്. ഇന്ന് എല്ലാവർക്കും ഒഴിവുള്ളൊരു ദിവസമാണ്. ഈ ഒഴിവുള്ള ദിവസം സാവധാനം എണീച്ച് അടുക്കളയ്ക്ക് കയറുമ്പോൾ കിട്ടുന്നൊരു സുഖമുണ്ടല്ലോ, അത് വല്ലാത്തൊരു സുഖമാണ്. മറ്റേത് നമ്മൾ തിരക്ക്, നമ്മളെ മനസ്സിനും തിരക്ക്, അടുക്കളയിലും തിരക്ക് എന്ന് പറഞ്ഞ പോലെയാവും. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വിശേഷങ്ങൾ ഒരു ഗ്ലാസ് പച്ചവെള്ളത്തിൽ നിന്ന് തുടങ്ങാം. രാവിലെ എണീച്ച് ഒരു ഗ്ലാസ് പച്ചവെള്ളം കുടിക്കുക. ഞാനങ്ങനെ കുടിക്കൽ കേട്ടോ, ഒരു ഗ്ലാസ് പച്ചവെള്ളം കുടിക്കും. ഇനി നമുക്ക് ബ്രേക്ക്ഫാസ്റ്റിൻ്റെ പരിപാടിയൊക്കെ. ബ്രേക്ക്ഫാസ്റ്റിൽ നിന്ന് എളുപ്പമാണ്. കാരണം എന്താ വെച്ചാൽ നമ്മൾ നോമ്പിന് പത്തിരിക്ക് പൊടിച്ച് വെച്ച പൊടി ഉണ്ടായിരുന്നു, അത് മിക്സിയിലിട്ട് അതും കുറച്ച് തേങ്ങയും കുറച്ച് ചെറിയ ഉള്ളിയൊക്കെ ഇട്ടിട്ട് നല്ലോണം അരച്ച് അപ്പം ഉണ്ടാക്കാൻ വിചാരിച്ച്. അത് എളുപ്പമാണല്ലോ, അരി വെള്ളത്തിലിടാനോ ഒന്നും പോകണ്ടല്ലോ. പിന്നെ ആണെങ്കിൽ കറിയാണെങ്കിൽ തലേന്നത്തെ ഇറച്ചിക്കറി ഉണ്ട് ഫ്രിഡ്ജിൽ, അത് ചൂടാക്കിയാലും മതി. അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റ് എളുപ്പം എന്ന് പറഞ്ഞാൽ എളുപ്പമായി. ഒരു ഗ്ലാസ് കട്ടൻ ചായ കൂടി ഉണ്ടാക്കിയാൽ അതിൻ്റെ പരിപാടി. പിന്നെ അപ്പോൾ ഇറച്ചിക്കറിയൊക്കെ ആകുമ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെടും ചെയ്യും, സാവധാനം സമാധാനത്തിൽ കഴിക്കുകയും ചെയ്യുക. അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ച് കഴിഞ്ഞാൽ അടുക്കളയിൽ കുറേ പാത്രമുണ്ട്. നമ്മൾ എത്ര എളുപ്പമുള്ള പണിയെന്ന് പറഞ്ഞാലും പാത്രം ഇഷ്ടം പോലെ ഉണ്ടാവും. അങ്ങനെ കുറേ പാത്രം ഉണ്ടായിരുന്നു. പാത്രമൊക്കെ കഴുകി വൃത്തിയാക്കി അടുക്കളയ്ക്കൊന്ന് സ്ലാബ് അടുപ്പിൻ്റെ അവിടേക്ക് ഒന്ന് തുടച്ച് വൃത്തിയാക്കിയിട്ട്, പിന്നെ കുറച്ച് പണി ഉണ്ടായിരുന്നു. അടുക്കളയിലല്ലാതെ ഉണ്ടല്ലോ നമുക്ക് ഇഷ്ടം പോലെ പണി. മുറ്റടിക്കണം, അലക്കാനുണ്ട്, അങ്ങനത്തെ പണിയൊക്കെ ഉണ്ടായിരുന്നു. കുറച്ചൊക്കെ അതൊക്കെ തീർത്ത് വന്നിട്ട് ഉച്ചക്കത്തേക്കുള്ളത് നോക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് വന്ന് ഞാൻ ചോറിന് അടുപ്പ് കത്തിച്ചിട്ട് വെള്ളം വെച്ച് ചോറിന് അരി കഴുകിയിടാൻ നിൽക്കുകയാണ്. നോമ്പൊക്കെ കഴിഞ്ഞതിന് ശേഷം ഇനിയിപ്പോൾ ഉച്ചക്ക് ചോറ് വെക്കുമ്പോൾ ഇനി എന്താ ഉണ്ടാക്കുക, കൂട്ടാൻ എന്താ ഉണ്ടാക്കുക, ഇതന്നെ നമുക്ക്. നോമ്പിന് ആ ഒരു ഒഴിവുണ്ടായിരുന്നു, വൈകുന്നേരം നോക്കിയാൽ മതിയായിരുന്നു. ഇതെല്ലാ ടൈമും വേണമെന്ന് പറഞ്ഞ പോലെ ആയിപ്പോയി. സ്പെഷ്യലായിട്ടൊന്നും ഇല്ല, മീനും ഇറച്ചിയൊന്നുമില്ല. ഇത്രയും ദിവസം മീനും ഇറച്ചിയൊക്കെ തന്നെ ഇല്ലായിരുന്നു. കുറച്ച് ദിവസം അതിനും വേണ്ട റെസ്റ്റ് അല്ലേ. ഒരു ചക്ക കണ്ടു വെച്ചിട്ടുണ്ട് ഞാൻ. ഇത് കഴിഞ്ഞിട്ട് വേണം എനിക്ക് ആ ചക്ക ഇട്ടിട്ട് ചക്ക വെക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഞാൻ ചക്കയൊക്കെ ഇട്ട്, ആ ചക്ക ഇടാൻ പെട്ട പാട് അതൊന്നും വീഡിയോയിൽ എടുക്കാൻ പറ്റില്ല, അത്രയും കഷ്ടപ്പെട്ടിട്ടുണ്ട്. മുറിക്കാനും എല്ലാത്തിനും കഷ്ടപ്പെട്ടിട്ടുണ്ട്. അങ്ങനെ അതൊക്കെ കൊത്തി അരിഞ്ഞ്, ചക്ക എന്ന് പറയുമ്പോൾ ഭയങ്കര പണി തന്നെയല്ലേ. ഈ വിളഞ്ഞ് ഇതൊക്കെ കൂടെ ആകുമ്പോൾ നമുക്ക് അടുപ്പ് വരും. പിന്നെ ഇഷ്ടം കൊണ്ട് നമ്മൾ അരിഞ്ഞിട്ട്, എനിക്കിഷ്ടമാണ് ചക്ക, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ ചക്കയൊക്കെ അരിഞ്ഞു വന്നപ്പോൾ തന്നെ ചോറായിട്ടുണ്ട്. വേഗമായി ചോറ്, വലിയ വേവൊന്നുമില്ല, അരിയല്ല. അങ്ങനെ ചോറ് വാർത്തിട്ട് അങ്ങനെ ചക്ക കുക്കറിലിട്ടിട്ട് മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ഉപ്പൊക്കെ ഇട്ട്, പച്ചമുളക് ഇടാൻ ഞാൻ മറന്നു സത്യത്തിൽ. ഇപ്പോൾ ഓൺ വോയിസ് കൊടുക്കുമ്പോഴാണ് എനിക്ക് പച്ചമുളകിൻ്റെ ഓർമ്മ. പിന്നെ കുറച്ച് മോരുണ്ടായിരുന്നു, അത് ഇഞ്ചിയും ഉള്ളി പച്ചമുളകൊക്കെ ഇട്ടുകൊണ്ട് കാച്ചിയെടുത്തു. അത്രയേ ഉള്ളൂ എന്നാൽ ഉച്ചക്കത്തെ ഫുഡ് ഉണ്ടാക്കുന്ന വീട്ടിൽ. നല്ല വെയിലായിരിക്കണം, ഉച്ച ആയിരിക്കണം. അങ്ങനെ ചോറ് കൊടുക്കട്ടെ. മീനും ഇറച്ചിയും വേണ്ട, നമ്മൾ റെസ്റ്റ് എന്നൊക്കെ പറഞ്ഞാലും ചോറ് വിളമ്പുമ്പോൾ നമുക്കൊരു മീനോ അല്ലെങ്കിൽ ഒരു ഇറച്ചിൻ്റെ ഒരു കഷ്ണം കണ്ടിട്ടില്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല, എന്നാലും ഒക്കെ നോക്കാൻ നമുക്കൊരു സുഖം കിട്ടാത്ത പോലെയാവും. ഇപ്പം നിങ്ങൾക്ക് ഇത് കണ്ടാലറിയാം ഈ ചക്കയും മോരും ഇതെങ്ങനെ. പക്ഷെ രസമുണ്ടായിരുന്നു ഈ ചക്കയും മോരും പപ്പടമൊക്കെ ആയിട്ട്. കുഴപ്പമില്ല, നല്ല അടിപൊളി ചോറ് തന്നെയായിരുന്നു. എന്താ അറിയോ, ഒഴിവ് ദിവസമാകുമ്പോൾ നമുക്ക് ചൂട് ചോറും തിരക്കൊന്നും ഇല്ലാതെ ഈ ചൂട് ചോറൊക്കെ കഴിക്കാൻ പറ്റുന്ന പറഞ്ഞാൽ തന്നെ ഭയങ്കര സന്തോഷമുള്ളൊരു ദിവസമല്ലേ. ഇന്നത്തെ എൻ്റെ കുഞ്ഞു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. പുതിയ വിശേഷങ്ങളുമായി